റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ യുക്രൈനിൽ ഒരു യൂറോപ്യൻ യൂണിയൻ സമാധാന സേനയെ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. അമേരിക്ക അതിനെ ഒട്ടും എതിർക്കില്ല എന്നും ഒരു തരത്തിലുള്ള സമാധാന പരിപാലന ക്രമീകരണത്തിലും അമേരിക്കൻ സൈനികർ ഉൾപ്പെടില്ല എന്നും ട്രംപ് എടുത്തു പറഞ്ഞു. കൂടാതെ യുക്രൈൻ സംഘർഷത്തിന് ശാശ്വതവും സുസ്ഥിരവുമായ പരിഹാരം കണ്ടെത്തുവാനായിട്ട് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും പരിഹരിക്കേണ്ടി വരുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞു. ശത്രുത അവസാനിപ്പിച്ചതിന് ശേഷം റഷ്യയുമായിട്ട് സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് അവസാനമായാൽ ലോകത്തിന് നല്ലതായിരിക്കുമെന്നും ദീർഘകാല അടിസ്ഥാനത്തിൽ റഷ്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങളിലും സാമ്പത്തികപരമായും റഷ്യക്കാരുമായി ഭൗമരാഷ്ട്രീയപരമായി പങ്കാളികളാകാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാക്കുമെന്നും റൂബിയോ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷത്തിനിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നയം മൂലം അമേരിക്കൻ കമ്പനികൾക്ക് റഷ്യൻ വിപണി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം $300 ബില്യൺ നഷ്ടമുണ്ടായതായിട്ട് RDIF ഡാറ്റ പറയുന്നുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിൽ സമഗ്രമായ സമാധാന കരാറിൽ എത്തുന്നതുവരെ യുക്രൈൻ റഷ്യയുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കരുത് എന്നാണ് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. നിരുപാധികമായ വെടിനിർത്തൽ അപകടകരം ആണെന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഈ നിലപാടിനോട് യോജിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകളോടെ ആരംഭിച്ച യുക്രൈൻ സമാധാന ഒത്തുതീർപ്പിനായുള്ള ചർച്ചകൾക്ക് ഉടനടി തുടക്കം കുറിക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പാശ്ചാത്യ രാജ്യങ്ങളോട് ഉൾക്കൊള്ളിച്ച് ഒരു യോഗം വിളിച്ചത്. മാക്രോണിന്റെ ഉച്ചകോടിയിൽ ജർമ്മനി, ബ്രിട്ടൻ, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ നേതാക്കളും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലൈൻ, നാറ്റോ മേധാവി മാർക്ക് റുട്ടെ എന്നിവരും പങ്കെടുത്തു. എന്നാൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ട്രംപിന്റെ ഏകപക്ഷീയമായ സമാധാന സംരംഭങ്ങളെ എതിർത്തിട്ടില്ല. പാരീസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവരെ യുദ്ധക്കൊതിയന്മാരെന്ന് ഹംഗറേനിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ വിളിച്ചിരുന്നു. അതേസമയം റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകൾ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഉയർന്ന വിമർശനം അമേരിക്കയും റഷ്യയും തമ്മിൽ ഒന്നിക്കുന്നതിന്റെ പരിഭ്രാന്തിയിലാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ പറഞ്ഞത്. അത്തരത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചാൽ അത് യൂറോപ്യൻ യൂണിയനെ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.